ഹലോ, നമുക്കിന്നൊരു ഡെസ്ക് ഡെക്കർ ചെയ്താലോ? ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, അതിലേക്ക് കുറച്ച് ബേർഡ്സിനെ വരയ്ക്കുക, കുറച്ച് ലീവ്സും വരച്ചെടുക്കുക. അതിന് മുകളിലേക്ക് ഒരു OHP ഷീറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ. ഈ പ്ലാസ്റ്റിക് കവർ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ മുന്നേ ഒരു സ്റ്റിക്കർ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലുപയോഗിച്ച് സെയിം പ്ലാസ്റ്റിക് കവറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ സെയിം പ്ലാസ്റ്റിക് കവറാണ് എടുത്തിട്ടുള്ളത്. അത് ആ പേപ്പറിന് മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഔട്ട്ലൈൻ ഉപയോഗിച്ച് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. അതിലേക്ക് ഗ്ലാസ് കളർ ഉപയോഗിച്ച് ഒന്ന് പെയിന്റ് ചെയ്തെടുക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിനെ ഒന്ന് ഡ്രൈ ആവാൻ വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ട്രീ ആണ്. ഒരു ട്രീ ചെയ്തെടുക്കണം. അതിനെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ചെയ്തെടുക്കണം. സ്റ്റാൻഡ് എല്ലാം എപ്പോഴും ചെയ്യുന്ന കണക്ക് ഒരു കാർഡ്ബോർഡ് എടുക്കുക, ഇഷ്ടമുള്ള ഷേപ്പ് വെട്ടിയെടുക്കുക, അതിനൊന്ന് സെറ്റാക്കി എടുക്കുക. ഇനി ട്രീ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് കമ്പി എടുക്കുക, അതിന് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ച് ഒരു ട്രീയുടെ ഷേപ്പാക്കി എടുക്കുക. അതിനെ ആ കാർഡ്ബോർഡിലേക്ക്, അതായത് നമ്മുടെ സ്റ്റാൻഡായിട്ട് ഉദ്ദേശിച്ച അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ സ്റ്റിക്ക് ചെയ്യാനെടുത്തത് നമ്മുടെ ഡബിൾ സൈഡ് ടൈപ്പാണ്. സ്റ്റിക്ക് ചെയ്തെടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തെടുക്കുക. ഗ്ലൂ ഗൺ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് കളേഴ്സ് ഇഷ്ടമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വിതറുക. നമ്മൾ നേരത്തെ കുറച്ച് ബേർഡ്സിനെയും ലീവ്സിനെയും ഡ്രൈ ആവാൻ വെച്ചിട്ടില്ലായിരുന്നു. അതിനെ എടുക്കുക, കട്ട് ചെയ്യുക, ഈ ട്രീയിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മഴ കാരണം ലൈറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ പുറത്ത് കാറിൽ നിന്ന് എടുത്തായിരുന്നു വീഡിയോ. പക്ഷേ കാറിൽ ലൈറ്റ് ഉണ്ട്, പക്ഷേ വീഡിയോ നമ്മൾ കാണുന്ന രീതിയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഭംഗി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.